അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മതവിരോധികളുടെ തെരഞ്ഞെടുത്ത നുണകൾ. ഇസ്ലാം വിമർശകരായിട്ടുള്ള വെറുപ്പുൽപാദകരായിട്ട ആളുകൾ അവർ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നുണകൾ ഒരു സീരീസായിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഏകദേശം 18ഓളം നുണകൾ നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മളൊരു നുണ നോക്കാൻ പോവുകയാണ്. അത് കുറച്ചും കൂടി കാലിക പ്രസക്തിയുള്ളൊരു നുണ കൂടിയാണ്. കാരണം റെലവന്റ് ആയ നുണയാണ്. അതെ, അതെ. റെലവന്റ് ആയ നുണയാണ്. കാരണം നമുക്കറിയാം ഭീകരാക്രമണങ്ങളൊക്കെ സംഭവിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ടെലിവിഷനുകളിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പലതരം ചർച്ചകൾ വരുന്നതിൻ്റെ ഇടയിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും റിപ്പോർട്ടർ ടിവിയിൽ അരുൺകുമാർ എന്ന് പറയുന്ന ജേർണലിസ്റ്റ്. ജേർണലിസ്റ്റ്. അദ്ദേഹം ഒരു ഖുർആൻ ആയത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ നിരപരാധികളെ കൊല്ലുക എന്നുള്ള അത്യന്തം ഹീനമായിട്ടുള്ള ഒരു പ്രവൃത്തി നടക്കുമ്പോൾ അത് ഒരിക്കലും ഒരു മതം പഠിപ്പിക്കുന്ന അല്ല, അല്ലെങ്കിൽ മതം പഠിപ്പിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഒരു പിന്നെ സാഹോദര്യത്തിന്റെ അല്ലെങ്കിൽ ഒരു നന്മയുടെ പ്രതീകമായി കൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഉദ്ധരിച്ചത് നമ്മളെല്ലാവരും കണ്ടിരുന്നു. അപ്പോൾ അത് നമുക്ക് ആദ്യം വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആ സംസാരം ഒന്ന് Yes, കാണാം. okay. മാനവികതയും മനുഷ്യത്വവും ഒക്കെ നിറഞ്ഞതാവണം ലോകം. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തിൽ മായിദ 32-ാം ആയത്ത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു. സയ്യിദ് ആദിൽ ഹുസൈൻ ചെയ്തത് ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള മനസ്സോടുകൂടിയാണ് സ്വന്തം ജീവൻ വെടിഞ്ഞത്, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി. അതായത് പെഹൽഗാമിലുള്ള ആ ഒരു രക്തസാക്ഷിയെ പറ്റി വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുകയാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം, അദ്ദേഹത്തിന്റെ ആ ഒരു രക്തസാക്ഷിത്വത്തിനുള്ള ബിഹൈൻഡുള്ള റീസൺ എന്താണ്, അല്ലെങ്കിൽ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നരേഷൻ നോക്കുക. കാരണം ഞാൻ ഒരാളുടെ ജീവനെ രക്ഷിച്ചാൽ ഈ ലോകത്തെ എല്ലാ മനുഷ്യരുടെയും ജീവനെ രക്ഷിച്ചതായിട്ട് എൻ്റെ സ്രഷ്ടാവ് കണക്കാക്കും. അപ്പോൾ ഒരു നിരപരാധിയുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് ഏതറ്റം വരെ പോകാൻ കഴിയുമോ ആ അറ്റം വരെ പോവുക എന്നുള്ളതാണ് എൻ്റെ മോട്ടീവ്. അതാണ്. അപ്പം ഞാൻ എന്തിനാണ് അതിനു വേണ്ടി പോവുകയാണ്, അതിനുവേണ്ടി ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ നമ്മൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് അയാളോട് തോന്നുന്നൊരു ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അപ്പം ആ ഒരു റെസ്പെക്റ്റിനെ, അല്ലെങ്കിൽ ആ ഒരു നമുക്ക് തോന്നുന്നൊരു ആദരവിനെ മനോഹരമായിട്ട് ഇദ്ദേഹം അവതരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബിഹൈൻഡ് റീസൺ അദ്ദേഹത്തിന് മോട്ടീവായിട്ടുള്ള കാര്യത്തെ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് Yes. അത് ചെയ്യാണ്. പക്ഷെ ഇതിൽ ചില ആൾക്കാർക്ക് പിടിക്കൂല. കാരണം അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അങ്ങനെ പോസിറ്റീവ് ഒന്നും അതെ, ഒരിക്കലും പറയാൻ ഇസ്ലാമിനെതിരെ പാടില്ല. ഇസ്ലാമിനെ കുറിച്ച് അല്ലെങ്കിൽ മതത്തെക്കുറിച്ച് ഒരു പോസിറ്റീവായിരിക്കും, മതത്തെക്കുറിച്ചൊക്കെ പറയാം. ഉം. പക്ഷെ ഇസ്ലാമിനെ കുറിച്ചോ മുസ്ലിങ്ങളെ കുറിച്ചോ ഒരു പോസിറ്റീവായ positive ഒരു കാര്യം പറയാൻ പാടില്ല. പറഞ്ഞാൽ അപ്പൊ തന്നെ Triggered ആവും. ഹാലാകുന്ന Yes. കുറച്ച് ആളുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വയം പ്രഖ്യാപിത നുണയൻ എന്ന് പറയുന്ന ആരിഫ് ഹുസൈൻ. അപ്പോൾ ഇയാൾക്ക് ഇത് കേട്ടപ്പോൾ ആകെ ഇടങ്ങേറായി. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എന്നുവെച്ചാൽ അത് ഇസ്ലാമിനെ അത് കുറിച്ച് പാടില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു പോസിറ്റീവ് അങ്ങനെ ഒരു അത് അങ്ങനെ സംഭവം വരാൻ ഉണ്ടാകാൻ പാടില്ല. പറ്റൂല. അപ്പം മൂപ്പര് എന്ത് ചെയ്തു, ഇങ്ങനെ ഒന്ന് സംഭവിച്ചതോടുകൂടി മൂപ്പര് രംഗത്ത് വന്നു. മൂപ്പര് സ്വയം പ്രഖ്യാപിത നുണയായതുകൊണ്ട് തന്നെ Yes. നുണകൾ Expected ആണ് നമുക്ക്. എക്സ്പെക്റ്റഡ് ആണ്. അതുകൊണ്ട് വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ മൂപ്പര് ഇതിനെക്കുറിച്ചും ഒരുപാട് നുണകളും വിഡ്ഢിത്തങ്ങളും, അതായത് നമുക്കിതൊരു കോംബോ പാക്കേജ് ആണ് ഇത് ശരിക്കും Yes, yes. പറഞ്ഞത്. നുണകളുടെ കൂടെ വിഡ്ഢിത്തങ്ങളും മണ്ടത്തരങ്ങളും എല്ലാം കൂടി പിന്നെ ഒരുമിച്ചുള്ള ഒരു കോംബോ പാക്കേജ് ആണ്. അതിനോട് പ്രതികരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. അരുൺകുമാർ പറഞ്ഞത് നമ്മൾ കണ്ടു. 5:32 ആ ഒരു കാര്യമാണ് വായിച്ചത്. ഖുറാനിലെ 5-ാമത്തെ സൂറത്ത് 32-ാമത്തെ വചനം. ഖുറാൻ.com അല്ലെങ്കിൽ ഖുറാൻ CC, അങ്ങനെ പല വെബ്സൈറ്റുകളുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് പോകാം, വെരിഫൈ ചെയ്യാം. അതിൽ പറഞ്ഞിരിക്കുന്ന വാചകമാണ് ഇദ്ദേഹം ഉപയോഗിച്ചത്. അക്കാരണത്താൽ ഇസ്രായേൽ സന്തതികൾക്ക് നാം ഇപ്രകാരം വിധി നൽകുകയുണ്ടായി. ഈ ഭാഗം അരുൺകുമാർ പറഞ്ഞിട്ടില്ല. ഇത് ആരോട് പറഞ്ഞതാണെന്നുള്ളത്. മറ്റൊരാളെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിൽ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. ഇതാണ് വായിച്ചത്. ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു. നമ്മുടെ ദൂതന്മാർ വ്യക്തമായൊരു തെളിവുകളുമായി അവരുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം അവരിൽ ധാരാളം പേർ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇതാണ് പറയുന്നത്. സത്യത്തിൽ ഇത് ഖുറാനിലെ വാചകമാണോ? ഇത് ഖുറാനിലെ വാചകമല്ല. Wow. ഒരു ഖുറാനിലെ ആയത്ത്, എന്നിട്ട് ഖുറാനിലെ ആയത്തിലുള്ള നമ്പർ ഇത് അടക്കം പറഞ്ഞിട്ട് ഇത് ഖുറാനിലെ ഖുറാനിലെ ആയത്തല്ല. ആയതല്ല. ഖുറാനിലെ 5-ാം അധ്യായം 32-ാം വചനങ്ങൾ വായിച്ചോ? ഉം. അത് ഖുറാനിലെ ഖുറാനിലെ ആയതല്ല. ആയത്തല്ല. അത് വല്ലാത്തൊരു എത്ര ഭയങ്കര കോൺഫിഡൻസ്, ഒരു ആ ഓഡിയൻസിനെ കുറിച്ചുള്ള കോൺഫിഡൻസ് Yes, ആണ് yes. ശരിക്കും പറഞ്ഞത്. അത് ആ വിശ്വാസം, ഞാൻ എന്ത് പറഞ്ഞാലും സ്വീകരിച്ചോളും, അതുപോലെ ചിന്തിക്കും. ഒരു ബുദ്ധിയൊക്കെ എൻ്റെ മറ്റേ ഒരു മീമുണ്ടല്ലോ, തല അങ്ങനെ മാറ്റി ഇങ്ങനെ ബ്രെയിൻ മാറ്റി അതാണ് സംഭവം. അതാണ് ടീം. അപ്പോൾ ഇയാളുടെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് തോറയിലെ നിയമമാണ്. മൂപ്പര് വലിയൊരു പോയിന്റ് ആയിട്ട് പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇത് ഇസ്രായേൽ സന്തതികളോട് പറഞ്ഞു എന്നുള്ള കാര്യം അരുൺകുമാർ അരുൺകുമാർ മറച്ച് മറച്ചു വെച്ചു.
അരുൺകുമാറിന് ഇപ്പൊ അത് മറിച്ച്, കാരണം നമുക്കറിയാം നമ്മൾ ആയത്ത് എന്ന് പറഞ്ഞാൽ വലിയ ആയത്തുകളാകുമ്പോൾ അതിന്റെ പ്രധാന കണ്ടന്റ് പറയാന്നുള്ളത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ ഇയാൾ അത് ഭയങ്കര മറച്ചു വെച്ചു എന്നുള്ള കാര്യം, കാരണം അത് ആ മറച്ചു വെച്ചത് മാറ്റിയാൽ വേറെ എന്തോ ഒരു അർത്ഥം കിട്ടും എന്നുള്ള അതെ അതെ രൂപത്തിലാണ് അതെ ഇയാൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഖുറാന്റെ ബേസിക്സ് അറിയുന്ന ആളുകൾക്കറിയാം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം തന്നെ എന്താ, ഒരു മുഹമ്മദ് നബി വന്നിട്ട് പുതിയൊരു മതം തുടങ്ങി അതോടുകൂടി നന്മകൾ പറയാൻ തുടങ്ങി എന്നുള്ളതല്ലല്ലോ. അല്ല മുൻ കഴിഞ്ഞു പോയ പ്രവാചകന്മാർ അല്ലെങ്കിൽ മുൻ കഴിഞ്ഞു പോയ സമൂഹങ്ങളിലൊക്കെ പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്, അവരൊക്കെ നന്മകൾ പറഞ്ഞിട്ടുണ്ട്. ആ ചരിത്രം പറയുന്നതിന്റെ കൂടെയാണ് പലപ്പോഴും പല നന്മകളും പറയാറുള്ളത്. അതെ ഇപ്പൊ മൂസാ നബി, മോശ പ്രവാചകന്റെ ചരിത്രം പറയും, അതിൽ കുറെ നന്മകൾ പറയും. അബ്രഹാം പിതാവിന്റെ, അതായത് ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയും, അതിൽ കുറെ നന്മകൾ പറയും. ഇതൊക്കെ അതായത് മുൻകഴിഞ്ഞ പിന്നെ സമൂഹത്തിന്റെ പിന്നെ അതിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. അതായത് ദ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഖുർആന്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓക്കെ നിങ്ങൾ അനുസരിക്കേണ്ട 10 സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ 10 സ്റ്റേറ്റ്മെന്റ്സ് എന്നല്ല. അങ്ങനെയല്ല. Yes. ഖുർആൻ നിങ്ങൾക്ക് മാതൃകയായിട്ടുള്ള കുറച്ച് ചരിത്രങ്ങൾ പറഞ്ഞുതരും. ആ മാതൃകയായിട്ടുള്ള ചരിത്രത്തിലുള്ള എന്തൊക്കെ പാഠങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ അനുസരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു എന്താ പറയാ, നരകാവകാശിയായ ഒരാളുടെ ചരിത്രം പറയുന്നുവെങ്കിൽ അയാളുടെ ചരിത്രത്തിൽ എടുത്തു പറയുന്നതെല്ലാം നമ്മൾ അനുസരിക്കേണ്ടതില്ലാത്ത, നമ്മൾ എതിർക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഫറോവനെ പറ്റി പറയുമ്പോൾ അത് ഫറോവന്റെ വിഷയമല്ല, നമുക്ക് അങ്ങനെയല്ല. ഞാൻ ആലോചിച്ച് നോക്കിയാണ്, അതായത് ഇയാൾ ഖുറാൻ വായിക്കുമ്പോൾ എന്തായിരിക്കും, അതായത് ഫറോവ അല്ലെങ്കിൽ ഫിർഔൻ അഹങ്കാരിയായി, അതുകൊണ്ട് അയാൾ നരക അവകാശിയായി. എനിക്ക് അഹങ്കാരിയാവാലോ, ഫിറോവിനല്ല അഹങ്കാരിയാവാൻ ഫിറോവിനോട് പറഞ്ഞല്ലേ, ഫിറോവിനോട് പറഞ്ഞൊരു കാര്യം ഫിറോവിന് നോക്കുക. എനിക്കെന്താ ഈ അഹങ്കാരിയാവാം. ഫിറോവിന് പിന്നെ മോശത്തരം കാണിച്ചു, ഫിറോവിനോട് പറഞ്ഞ കാര്യമല്ലേ, അത് എനിക്ക് ചെയ്യാം. ഞാൻ ദൈവമാണെന്ന് പറഞ്ഞു, അത് ഫിറോവിന് പറയാൻ പറ്റില്ല, എനിക്ക് പറയാലോ. അപ്പൊ ഇത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇമാതിരി പൊട്ടത്തരം പറയാൻ പറ്റുന്നതാണ്. ഇതിന് അതിന് താഴെയുള്ളൊരു ടേം ഇല്ല, മണ്ടത്തരത്തിന്റെ പീക്ക് എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ. കാരണം ഖുർആാനിന്റെ ബേസിക്സ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെറുതെ എങ്കിലും ഒന്ന് മറിച്ചു നോക്കിയ ആളുകൾക്കറിയാം ഖുർആാനിലെ എല്ലാ കൽപ്പനകളും ഇങ്ങനെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പലതും കാണാൻ സാധിക്കും. നമ്മൾ പ്രാർത്ഥനകൾ എടുക്കുമ്പോൾ പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, അത് അവരുടെ പ്രാർത്ഥനയല്ലേ, ഞങ്ങൾ അങ്ങനെയല്ല. ഇത് നോക്കിയാ അയ്യൂബ് നബി പ്രാർത്ഥിച്ചു, രോഗാവസ്ഥയിൽ അയ്യൂബ് നബി പ്രാർത്ഥിച്ചു. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാ രോഗാവസ്ഥയിൽ അയ്യൂബ് നബി അങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് രോഗം വന്നാൽ അതേ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ മക്കളെ കൊണ്ട് പ്രയാസപ്പെട്ട ആളുകൾ, മക്കളില്ലാതെ പ്രയാസപ്പെട്ട ആളുകൾ, അവരുടെയൊക്കെ പ്രാർത്ഥന പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ആ ചരിത്രം വെറുതെ കഥ വായിക്കാനല്ല, മറിച്ച് മക്കളില്ലാത്തപ്പോൾ നമുക്ക് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാനും അവരുടെ ക്ഷമ നമുക്ക് അവലംബിക്കാനും, ഇങ്ങനെ ഒരുപാട് ലെയേഴ്സ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നാണ്. കുറെ ഒരു കാര്യം പറഞ്ഞു വെക്കുന്ന സമയത്ത് ഒരു സ്പെക്ട്രം ഓഫ് കാര്യങ്ങൾ കുറച്ച് എന്താ പറയുക സ്റ്റേറ്റ്മെന്റ്സിലൂടെ കുറെ പറഞ്ഞു വെക്കുകയാണ്. ഇതൊക്കെ നമുക്ക് നമ്മൾ ബ്രെയിൻ സ്റ്റോം അല്ലെങ്കിൽ ഒരു എന്താ പറയാ കണ്ടംപ്ലേഷൻ ഒക്കെ പറയാം, നമ്മൾ ഉറ്റാലോചിക്കുന്ന സമയത്ത്, തദബ്ബുർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാകുന്ന ആ ഒരു ബ്യൂട്ടി ഖുർആനുണ്ട്. ഇത് ഇയാളെ പോലത്തെ ആൾക്കാരെ ഖുർആൻ വായിക്കുമ്പോൾ ഇത് വേറെ ഒന്നാലോചിച്ചോക്ക. അപ്പൊ നമ്മള് പൊതുവേ പറയുന്ന എല്ലാ നന്മകളും ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്, ഇപ്പം പിന്നെ ലുക്മാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ഉപദേശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പൊ ലുക്മാൻ നബി അലൈഹി ഇസ്ലാം അല്ലെങ്കിൽ ലുക്മാൻ അലൈഹി ഇസ്ലാം പിന്നെ മകനെ വിളിച്ചു, എന്നിട്ട് നീ നല്ല രൂപത്തിൽ നടക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ലാ തുശ്രിക് ബില്ലാ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള ഒരുപാട്, മറ്റുള്ളവരുടെ മുഖം ചുളിക്കാൻ പാടില്ല, അഹങ്കാരത്ത് നടക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മുസ്ലിങ്ങളോടുള്ള അധ്യാപനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇയാൾ മനസ്സിലാക്കുന്നത് ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ, ഇയാൾക്ക് ഭയങ്കര പ്രശ്നമാണ്. എന്താ, ഇസ്ലാമിൽ ഷിർക്ക് ചെയ്യാൻ പാടില്ല, ബഹുദൈവ വിശ്വാസം പാടില്ല എന്ന് ഇസ്ലാമിൽ പറഞ്ഞു. ഇസ്ലാമിലെ അല്ലെങ്കിൽ ഖുർആനിലെ മിക്ക ആയത്തുകളും ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് മുൻ പ്രവാചകന്മാർ പറഞ്ഞതായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണ് പിന്നെ അങ്ങനെ ഇതും അതുപോലെ എടുത്താൽ പോലെ. അതായത് അത് ലുക്മാൻ നബി അലൈഹി സ്വലാം മകനോട് നമുക്കുള്ള നിയമം എവിടെ, നമുക്കുള്ള നിയമം എവിടെ. അപ്പൊ ഇത് ശരിക്ക് എന്തിനാ ഇത് പറയാൻ മനസ്സിലാകുന്നില്ല. പക്ഷെ ഖുർആനിന്റെ രീതി അതാണ്. മുൻകാല സമൂഹങ്ങളുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് അവർ ചെയ്ത അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഇത് നിങ്ങൾ ഭയങ്കര കണ്ടുപിടുത്തം പോലെ, ഇത് തോറയത്തെ വചനാണ്. അപ്പൊ അതാണ് അതിൽ. തോറയിൽ നമുക്ക് ഒരുപാട് വചനങ്ങൾ കാണാൻ പറ്റും. മീൻസ് ഏകദൈവത്തെ പറ്റി പറഞ്ഞ കാണാം, മറ്റേ ഇഞ്ചിയിൽ അത് കാണാൻ പറ്റും. ഇഞ്ചിയിലും തോറന്റെ ഒക്കെ രൂപമാണ് ഇന്ന് ബൈബിൾ എന്ന് പറഞ്ഞത്. ആ ഏതെങ്കിലും ഒക്കെ ഒന്ന് ആ ഒരു വചനം എടുത്തിട്ട് പറയണം, ഈ വചനം ദാ ഖുർആനിലുണ്ട്, അത് ഇതിന്ന് കൊപ്പടിച്ചാണ് പോലത്തെ മഹാമണ്ടത്തരങ്ങളിൽ ഒരു മണ്ടത്തരം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. ഖുർആനിന്റെ രീതി അതാണ്. മുൻകാല സമൂഹങ്ങളെയും മുൻകാല പ്രവാചകന്മാരെയും ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഖുർആൻ പറയാറുള്ളത്. അതേപോലെ ഈ ബനു ഇസ്രായേലിനെ ഉദ്ധരിച്ചുകൊണ്ട് അവർക്ക് കൊടുത്ത നിയമം, കാരണം ഇസ്ലാമിൽ തന്നെ അല്ലെങ്കിൽ ഖുർആനിൽ തന്നെ കാണാൻ പറ്റുന്ന നിയമം നൽകിയ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമൂഹമായിട്ടാണ് ബനു ഇസ്രായേലിന്റെ കാര്യം പറയുന്നത്. അപ്പൊ അത് പല സ്ഥലങ്ങളിലായിട്ട് ഉദ്ധരിക്കാറുണ്ട്. ഇത് മാത്രമൊന്നല്ല, ഇയാൾ ഇത് മാത്രം കണ്ടതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എല്ലാ. ഈ വചനത്തിന്റെ അവസാനം പറയുന്നതാണ് അവർ അക്രമികളായി എന്നാണ്. ഇത് അവർക്ക് കൊടുത്തിട്ടും ഒരുപാട് പ്രവാചകന്മാരിലൂടെ അവർക്ക് സന്ദേശം കൊടുത്തിട്ട് അവർ അക്രമികളായി എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഒരാൾ അതിക്രമം കാണിക്കുന്നതിന്റെ വഴിയാണെന്ത്? അകാരണമായി മനുഷ്യരെ കൊല്ലുന്നത്, മനുഷ്യരെ രക്ഷിക്കാൻ ശ്രമിക്കാതിരിക്കുന്നത്. ഇതവർക്ക് ഒരുപാട് തവണ അവരോട് പറഞ്ഞിട്ടും അവർ കേട്ടിട്ടില്ല.
എന്നിട്ട് ഒരു അതിക്രമികളായെന്ന് പറയുന്നതിന്റെ ആ ഒറ്റ പറച്ചിലിൽ തന്നെ നമുക്ക് അതിന്റെ ഒരു എത്രത്തോളം ജനറൽ ആണ് ആ പ്രഖ്യാപനം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എന്നിട്ടും ഇയാളെ മണ്ടത്തരങ്ങൾ തുടരുന്നുണ്ട്. അപ്പൊ അതിലെന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഇസ്രായേൽ സന്തതികൾക്ക് നാം ഇപ്രകാരം വിധി. പണ്ടേ ഉണ്ടായിരുന്നത് ഇസ്രായേലാണ്, അതുകൂടി ഇവിടെ വരികയാണ് കേട്ടോ. പലസ്തീൻ എന്ന് പറയുന്ന സാമാനം ഇവിടെ ഇല്ല എന്നും കൂടി ഇവിടെ നിങ്ങൾക്ക് സാന്ദർഭികമായിട്ട് തെളിയിക്കാം. വൻ യമണ്ടം കണ്ടുപിടുത്തം. ഇത് ഞാൻ പറയുന്നത് അറിയോ, ഇത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ചിരി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഇത് പറയും. ഭയങ്കര കോൺഫിഡൻസിലും സീരിയസ്ലി ഇത് പല സ്ഥലങ്ങളിൽ ഞാനിതിങ്ങനെ പല ക്ലിപ്സ് ഒക്കെ പല ആൾക്കാരെ വെച്ച് ഇത് ഒരുപാട് സ്ഥലത്ത് ഇത് പറയുന്നുണ്ട്. കാരണം ബനു ഇസ്രായേലിന് ഖുർആനിലുണ്ടല്ലോ, അതുകൊണ്ട് ഇസ്രായേലിനെ കുറിച്ച് പണ്ടേ ഉണ്ട്, ഫലസ്തീൻ എന്നില്ല. ഫലസ്തീൻ അപ്പൊ എന്റെ പൊന്നു സ്വയം പ്രഖ്യാപിത നുണയാ. കുറച്ചൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ബോധത്തോടെ സംസാരിക്കണ്ടേ? ഇത് ആലോചിക്കാത്തോണ്ടാണോ അതോ ഇത് ആലോചിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണോ അതോ ഡെലിബറേറ്റ് ആയിട്ട് പറയണോ? അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. എന്റെ ഓഡിയൻസ് അതൊന്നും ആലോചിക്കൂലല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് കുറിച്ചാണ് പറയുന്നത്. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സന്തതികൾ എന്നാണ്. അപ്പൊ ഈ ഇസ്രായേൽ എന്ന ആരെ കുറിച്ചാണ് പറയുന്നത്? അത് യാക്കൂബ് നബി അലൈഹിസ്സലാം എന്ന ഒരു മുൻ പ്രവാചകൻ ഉണ്ടായിരുന്നു. ആരിഫിനെ അറിയില്ലെങ്കിൽ പഠിപ്പിച്ചു തരുമ്പോൾ പഠിക്കുക. ഓക്കെ, ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേരാണ് ഇസ്രായേൽ എന്നുള്ളത്. അപ്പോൾ ആ ഇസ്രായേൽ സന്തതികൾ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്തതികളെയാണ് ബനു ഇസ്രായേൽ എന്ന്. അതായത് എബ്രഹാം പ്രവാചകന്റെ മകൻ ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമായിട്ട് വരുന്നത്. ഈ ഒരു സന്താന പരമ്പരയാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇതിനാണ് ഖുർആൻ മെൻഷൻ ചെയ്യുന്ന ബനു ഇസ്രായേൽ, അല്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന ആ മാപ്പിൽ ഇത് 1948 പിന്നെ ബ്രിട്ടനും അതുപോലെയുള്ള കുറച്ച് ഡിക്ലറേഷനുകളൊക്കെ വഴി ശരിയാണ് ഇസ്രായേൽ എന്ന് അവർ പേരിട്ടിട്ടുണ്ട്. അപ്പൊ ആ പേരിട്ടു എന്നുള്ളത് കൊണ്ട് ഈ 1948 സ്ഥാപിച്ച നേഷൻ സ്റ്റേറ്റ് അതിനെ കുറിച്ചാണ് ഖുർആനിൽ അന്നേ പറഞ്ഞത് എന്നൊക്കെ പറയണമെങ്കിൽ അത്ഭുതമാണ്. കാരണം 1904 അതായത് 6-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്, 1948 ഒരു ഡിക്ലറേഷൻ ഉണ്ടാകും. അവിടെ എന്ത് ചെയ്യും, കുറെ ഭീകര സംഘടനകളൊക്കെ കൂടി ചേർന്ന് അവിടെ ഒരു സയനിസ്റ്റ് രാജ്യം രൂപീകരിക്കും. അവിടെ കുറെ അക്രമങ്ങൾ നടത്തും, ഭീകരപ്രവർത്തനങ്ങൾ നടത്തും. ഹെഗാന ഉണ്ടാവും, ഇർഗുൻ ഉണ്ടാവും. അങ്ങനെ അവിടെയുള്ള പിന്നെ തദ്ദേശവാസികളെയൊക്കെ ആട്ടി ഓടിക്കും, അവരെയൊക്കെ അഭയാർത്ഥികളാക്കും, ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലും. എന്നിട്ട് അവരൊരു രാഷ്ട്രം രൂപീകരിക്കും. എന്നിട്ട് അതിനൊരു ഇസ്രായേൽ പേരിടും. പടച്ച തമ്പൂരാൻ, ഇത്രയും വലിയൊരു മിറാക്കിൾ ഉണ്ടെങ്കിൽ ഇത് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. ഞങ്ങൾ അറിഞ്ഞില്ല. അതിനു എന്താ ആരിഫെ കുറച്ചൊക്കെ ഒരു റെസ്പോൺസ് അർഹിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ വേറെ പ്രശ്നം വെച്ചാൽ ഇത് കേൾക്കുന്ന ആളുകളിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് ഫലസ്തീൻ ഇപ്പോഴാണ് കിട്ടിയത്, ഫലസ്തീനികളൊക്കെ അധിനിവേശക്കാരാണ്, ഇസ്രായേലാണ് മുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഏതായാലും പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കണം വെച്ചാൽ ഈ ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇസ്രായേൽ സന്തതികൾ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ, ആ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ചിലപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ടാവും. മൈഗ്രേറ്റ് ചെയ്ത് ബനു ഇസ്രായേലിൽ പെട്ട ഒരുപാട് ആളുകൾ ഇന്ത്യയിലുണ്ടാവാം, കേരളത്തിലുണ്ടാവാം. ഈവൻ ഫലസ്തീൻ ജനത എന്ന് പറഞ്ഞാൽ അതിൽ ഭൂരിഭാഗവും ബനു ഇസ്രായേൽക്കാരാവാം. കാരണം ആ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ മകനായിട്ടുള്ള യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിൽ വരുന്നതാവാം. അല്ല, ഇതില് പിന്നെ നമുക്ക് ചരിത്രത്തിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള സാധനം, അതായത് ഈ യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയാണ് ബനി ഇസ്രായേൽ. ആ ബനി ഇസ്രായേലിലേക്കാണ് ഒരുപാട് പ്രവാചകന്മാർ വന്നത്. ആ പ്രവാചകന്മാരുടെ അതിന്റെ ഇടയിൽ വന്നൊരു പ്രവാചകനാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാം, അതായത് മോസസ്, അല്ലെങ്കിൽ മോശെ പ്രവാചകൻ എന്ന് നമ്മൾ വിളിക്കുന്ന മോസസ്. ആ മോസസിന്റെ അനുയായികളാണ് നമ്മൾ ജൂതന്മാരെന്ന് പൊതുവെ വിളിക്കുന്നത്. ആ ജൂതന്മാർ എന്ന് പറഞ്ഞാൽ അതൊരു മോസസിന്റെ ജൂതന്മാർ അല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികൾ ജൂതന്മാർ, അത് വേറൊരു മതം. അങ്ങനെയല്ല, മറിച്ച് മൂസാ നബി അലൈഹി സ്വലാമിന്റെ പിന്നെ അധ്യാപനങ്ങൾ അനുസരിച്ച ആളുകൾ, അവരിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിൽ മാർഗഭ്രംശം. അതായത് ഇസ്ലാമികമായിട്ട് പറയുകയാണെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അപ്പത്തെ ഫോളോവേഴ്സ് മുസ്ലിംസ് ആണ്. പിന്നെ ഈസാ നബി അലൈഹി സ്വലാം വരുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാം വരുന്ന ബനു ഇസ്രായേലിലേക്കാണ്. ഇത് ക്രിസ്ത്യാനിറ്റി തുടങ്ങുന്നത്, ക്രിസ്തു മതം തുടങ്ങുന്നതും അതിന്റെ തുടക്കക്കാരൊക്കെ ആരാണ്? ബനു ഇസ്രായേൽ. അതാണ്. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം വരുന്ന സമയത്ത് ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഫോളോവേഴ്സ് ആണ് മുസ്ലിംസ്. അതായത് മൂസാ നബി അലൈഹി സ്വലാമിനെ പിന്തുടർന്ന ആളുകൾ അടുത്ത പ്രവാചകൻ വരുമ്പോൾ റിയലൈസ് ചെയ്യണം, ഓക്കെ പുതിയ പ്രവാചകൻ വന്നു, അപ്പൊ ഈസാ നബി അലൈഹി സ്വലാമിനെ ഫോളോ ചെയ്യാണ്. അപ്പൊ ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ അവരാണ് മുസ്ലിംസ്. ഈസാ നബി അലൈഹി സ്വലാമിനെ കമ്പയർ മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, ഏകനായ ദൈവത്തെ അംഗീകരിക്കുകയും ആ സമയത്ത് വന്നിട്ടുള്ള പ്രവാചകനെ അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് മുസ്ലിങ്ങൾ എന്നുള്ളത്. ഈസാ നബി അലൈഹി സ്വലാം വരുമ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ അവിടെ തന്നെ ശടിച്ചു നിൽക്കുന്ന ഈസാ നബി അലൈഹി സ്വലാമിനെ അംഗീകരിക്കാത്ത ഫോളോവേഴ്സ് പുതിയൊരു മതമായിട്ട് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ ഈ ജൂതമതം എന്ന മതത്തിലേക്ക് വരുന്നത്. അതായത് മോസസിന്റെ
അനുയായികളായ ആളുകൾ അവർ മോസസിൽ വിശ്വസിച്ചു. അതിനുശേഷം അവർ വരുന്ന പ്രവാചകരൊന്നും വഴിതെറ്റിയപ്പോൾ വിശ്വസിക്കുന്നില്ല. വഴിതെറ്റിയപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം, അതായത് ജീസസ് വരുന്നു. ആ ജീസസിൽ അംഗീകരിച്ച ആളുകളെ നമ്മൾ ജീസസിന്റെ അനുയായികൾ എന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ ആ അനുയായികളല്ലാത്ത ആളുകളാണ് എന്ത് ഈ ജ്യൂസ് എന്ന് പറഞ്ഞ് ജൂതന്മാർ, മാറി ജ്യൂസ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത്. അതേപോലെയാണ് Yes. മുഹമ്മദ് സ്വലം വന്നപ്പോൾ ഇസ്ലാം അലൈഹി സ്വലാം ഫോളോ ചെയ്ത ആളുകളിൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു? Yes. മുഹമ്മദ് സ്വലം അംഗീകരിച്ചു. അംഗീകരിച്ചു. അവർ കുറച്ച് മുസ്ലിം ആൾക്കാർ സൈഡ് മാറി, അംഗീകരിച്ചില്ല. ബാക്കി ആളുകൾ അവിടെ തന്നെ ക്ഷണിച്ചു വന്നു. Yes. അവരാണ് ക്രിസ്ത്യൻസ് നമ്മൾ യെസ്. പറയുന്നത്. അപ്പോൾ ആ ക്രിസ്ത്യാനിറ്റി വരുന്നതിന് പറയും കുറെ ചരിത്രപരമായ പറയാം. കാര്യങ്ങൾ, പൗലോസിന്റെ ഇടപെടലും അതുപോലെ തന്നെ ഒക്കെ ആ ഉണ്ടാകും. രാജാക്കന്മാരുടെ കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഇന്ന് കാണുന്ന ക്രൈസ്തവതയുടെ അടിസ്ഥാനം അതാണ്. പക്ഷെ ഈസാ നബിയുടെ അനുയായികൾ എന്ന രൂപത്തിൽ കാണുകയാണെങ്കിൽ അത് ഈ ജൂതന്മാരിൽ നിന്ന് തന്നെയാണ് ഒരു വിഭാഗം ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം അങ്ങനെയെന്ന് പറയാം. എന്നിട്ട് അവർ അതിൽ പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ അതിലും വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ 3 മതങ്ങൾ എന്ന രൂപത്തിലേക്ക് മാറുന്നത് തന്നെ. മൂന്നിലപ്പുറം ഈ ലോകത്തെ Yes. എല്ലാ മതങ്ങളും രൂപീകരിക്കപ്പെടുന്നത് അങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഫിസിക്സ് ആണ്. അപ്പൊ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബനി ഇസ്രായേൽ ഇസ്രായേലാണ് മുന്നുള്ളത്, ഇസ്രായേലാണ് മുന്നേ ഉള്ളത്, ഫലസ്തീനില്ല. ഫലസ്തീനില്ല. അപ്പൊ ഏതായാലും എന്ത് പറയാൻ ഇതിന് കൂടുതൽ അപ്പൊ ഇവിടെ ഇസ്രായേൽ സന്തതികൾക്ക് പണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇത് എവിടെ ഉള്ളത്? ഇത് ഖുറാനിലുള്ള സാധനമല്ല, ഇത് അവർക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്ന സാധനമാണ്. അപ്പൊ ഇതിന്റെ ഖുറാനിലുള്ള സാധനമല്ല കേട്ടോ, മായിദയിലെ 35-ാമത്തെ ദിനം. അപ്പൊ അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യില്ല, ഖുർആാനിൻ്റെതായിട്ട് കൂട്ടൂല, അത് തോറയിലുള്ള നിയമമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗറാത്ത് എന്ന് പറയുന്നതും അള്ളാഹുവിന്റെ വേദഗ്രന്ഥമാണെന്നാണ് അതെ. വിശ്വസിക്കുന്നത്. അതിൽ ഇന്ന് നമുക്ക് കിട്ടുന്ന തോറയിൽ എന്തുണ്ട്, മനുഷ്യന്മാരുടെ കൈകടത്തലുണ്ട് എന്നുള്ളത് മാത്രമാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് എന്നെങ്കിലും മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നിട്ടോ ഇയാൾ അടുത്ത ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ്. ഇത് ജൂതന്മാർക്കുള്ള നിയമം അല്ലെങ്കിൽ ബനി ഇസ്രായേലിനുള്ള നിയമം, മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ഒരു വേറെ നിയമമുണ്ട്. നിയമമുണ്ട്. അത് മൂപ്പര് കണ്ടെത്തിയിട്ടുണ്ട്. അതെന്താ? അതേപോലെ തന്നെ അത് മനുഷ്യർ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ ജീവൻ രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു എന്ന് പറയും. അപ്പൊ ഇത് ആർക്കുള്ള നിയമമാണ്? ഇത് ഇസ്രായേലികൾക്കുള്ള നിയമമാണ്. പക്ഷേ നമുക്ക് പുതിയ നിയമം ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതെവിടെയുള്ളത്? അത് 5:33 അപ്പൊ മുസ്ലിങ്ങൾക്ക് ബാധകമായ നിയമം എന്താണ്? അല്ല, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ എവിടെയുള്ളത്? അതായത് അത് ഇസ്രായേലിയർക്കുള്ളതാണ്. ഇനി നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്കായിട്ട് വേറൊരു നിയമം വരാൻ ഇതൊക്കെ എവിടെ? അതൊന്നുമില്ല. അതൊക്കെ മൂപ്പര് തൊള്ളേനാട്ടില്ല. ഞാനങ്ങ് പറയുന്നു, ഞാൻ അത് പറയുന്നു. വിശ്വസിക്കുക. ഇത് ആൾക്കാർ ഇതൊന്നും ചിന്തിക്കൂലേ? കാരണം ഒന്നാമത്തെ ആയത്തിൽ ബനി ഇസ്രായേലിനോടെന്ന് പറഞ്ഞ് പിന്നെ ആ സംഭവം പറയുന്നു. എന്നിട്ട് ഇത് അവർക്കുള്ളതായിരുന്നു, അല്ലെങ്കിൽ അതോടുകൂടി കഴിഞ്ഞു എന്നല്ല പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അത് അവര് അംഗീകരിച്ചില്ല എന്നുള്ളതോ അല്ലെങ്കിൽ അത് ഒരു കുറ്റമായിക്കൊണ്ട് എന്ത് ചെയ്യാണ് ഖുർആൻ പറയുകയാണ് എടുത്തു പറയാണ്. Yes. അതൊരു അതിക്രമമായിട്ട് എടുത്തു പറയണം. അതിനെ എടുത്തു പറയുകയാണ് സ്വീകരിച്ചില്ല ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അത് ജനറൽ ആയ റൂളാണ് എന്നുള്ളത് പറഞ്ഞതിന് ശേഷമാണ് അടുത്ത ആയത്തിലേക്ക് പോകുന്നത്. അവിടെയും നിങ്ങൾക്ക് വേറെ നിയമം വരാൻ പോകുന്നു എന്നുള്ള നിലക്കല്ല പറയുന്നത്, വേറൊരു കാര്യത്തെക്കുറിച്ച് പറയാം. അപ്പൊ മുസ്ലിങ്ങൾക്ക് ബാധകമായ നിയമം എന്താണ്? അത് ഇവിടെ ഉണ്ട്. അള്ളാഹുവിനോടും അവന്റെ ദൂതനോട് പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു. അത് അവർക്ക് ഇഹലോകത്തുള്ള അപമാനമാകുന്നു, പരലോകത്ത് അവർക്ക് കനത്ത ശിക്ഷയും ഉണ്ടായിരിക്കും എന്ന് പറയുന്ന നിയമമാണ് മുസ്ലിങ്ങൾക്ക് ബാധകം. ഓക്കെ. ഇത് പുതിയ നിയമം, മറ്റേത് പഴയ നിയമം. ഇസ്ലാമിൽ പുതിയ നിയമവും പഴയ നിയമവും ഉണ്ടാക്കിയത്. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇയാൾ പറഞ്ഞ നോണ നമുക്ക് മനസ്സിലായി. അതായത് ഒന്ന് ബനി ഇസ്രായേൽ എന്ന് മാത്രമല്ല, മുൻകാല പ്രവാചകന്മാരെ പലതും നമ്മൾ ഉദ്ധരിക്കാറുണ്ട്. അത് ജനറൽ ആയ റൂൾസ് ആണ് പൊതുവിൽ പറയാറുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇയാൾ പിന്നെ മുസ്ലിങ്ങൾക്ക് വേറെ നിയമം എന്ന് പറയുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ 2 ആയത്തിന്റെയും തഫ്സീർ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് നോക്കാൻ പറ്റും അമാനി മൗലൂന്റെ തഫ്സീർ, അല്ല ഏത് തഫ്സീർ എടുക്കാം. ഏത് തഫ്സീർ എടുത്താലും ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അമാനി മൗലൂന്റെ തഫ്സീർ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഈ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് വായിക്കാം. അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും അമാനി തഫ്സീർ എന്നൊക്കെ ഒന്ന്, അല്ലെങ്കിൽ ഖുർആൻ മലയാളം തഫ്സീർ എന്ന് അടിച്ചാൽ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് വായിച്ചാൽ, ഒരു മതഗ്രന്ഥത്തിന്റെയും നിയമസംഹിതയുടെയും അനുയായികളായി അറിയപ്പെട്ട സമുദായങ്ങളിൽ ഒന്നാമത്തെ സമുദായം ഇസ്രായേൽ സമുദായമാണല്ലോ. മറ്റേത് സമുദായങ്ങളെക്കാളും അധികം ഖുർആനിൽ പരാമർശങ്ങളുള്ളതും അവരെക്കുറിച്ച് തന്നെ. അവരെക്കുറിച്ച് സംസാരിച്ചു വരുന്ന മധ്യയാണ് ഈ സംഭവം ഇവിടെ ഉദ്ധരിച്ചതും. അതുകൊണ്ടാണ് അക്കാരണത്താൽ, അഥവാ ആദമിന്റെ പുത്രന്മാർ മുതൽക്ക് തന്നെ മനുഷ്യവധം ഭൂമിയിൽ ആരംഭിച്ചു എന്ന കാരണത്താൽ ഇസ്രായേലിയർക്കു അങ്ങനെ രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ ആദം നബി അലൈഹി സ്വലാമിന്റെ സംഭവം പറഞ്ഞത് അതിന്റെ തുടർച്ചയായിട്ടാണ്. ആദം നബി അലൈഹി സ്വലാമിന്റെ മക്കൾ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് തന്നെ അവർ ചെയ്ത അപരാധമായിട്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, തെറ്റായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് പിന്നെ ഒരു നിയമം നൽകിയ സമുദായം എന്ന നിലക്ക് ബനു ഇസ്രായേലിനോട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് എടുത്തു പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇസ്രായേലിൽപ്പെട്ട 2 സഹോദരന്മാരിൽ നടന്ന ഒരു കൊലപാതക നിമിത്തമാണ് ഇസ്രായേലിൽ ഈ കുറ്റം നിഷിദ്ധമാക്കിയതെന്നോ കൊലക്കുറ്റത്തിന്റെ ഗൗരവം അവരെ അറിയിക്കേണ്ടി വന്നതെന്നോ ഇസ്രായേലിയർക്ക് മുമ്പ് ലോകത്ത് കൊലപാതകം നടന്നിട്ടില്ലെന്നോ ഇസ്രായേലിയരുടെ മുമ്പ് മനുഷ്യവധം ഒരു വമ്പിച്ച കുറ്റമായി നിശ്ചയിക്കപ്പെട്ടിട്ടില്ലെന്നോ ഒന്നുമല്ല ഇതിന്റെ അർത്ഥം. ഇയാൾ പറയുന്ന ഒരു ഇസ്രായേലിയർ മാത്രമല്ല, ഇതിനു മുമ്പേ ഉള്ള പൊതുവേ തന്നെ മനുഷ്യവധം. അതിലെ ചില അധിക വായനകൾക്കുള്ള സാധ്യത മുൻകൂട്ടി കണ്ടിട്ട് പറയാണ്. ഇത് ഇസ്രായേൽ, ഈ ഒരു വചനം കാണുമ്പോൾ ഇസ്രായേൽ ജനത മുതലാണോ കൊലപാതകം തുടങ്ങിയത് എന്നൊരാൾക്ക് തോന്നിയേക്കാം.
ആരിഫിന്റെ തോന്നലല്ല കേട്ടോ, അതൊന്നും ആർക്കും തോന്നൂല. അത് വേറെ ടൈപ്പ് ഓഫ് തോന്നലാണ്. അപ്പൊ ഇങ്ങനെ ചില ആൾക്കാർക്ക് തോന്നുമെങ്കിൽ അത് പറയാണ്, അത് അങ്ങനെയല്ല. അതിനും ലിസാനും കാലം മുതൽ ഈ കൊലപാതകം എന്നൊരു തെറ്റായ കർമ്മം മനുഷ്യരിലുണ്ട്. അപ്പൊ അവിടെ മുതലേ ഉള്ള കാര്യങ്ങൾ എടുത്ത് പറയുന്നതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാണ്, ഇസ്രായേലിന്റെ കാര്യം ഒരുപാട് ഖുർആൻ എടുത്ത് പറയുന്നത് പോലെ തന്നെ ഇവിടെ എടുത്ത് പറയാണ്, അവരെ പേര് പ്രത്യേകം എടുത്ത് പറയാന്നുള്ളത് മാത്രമാണെന്നുള്ള തഫ്സീർ പറയാം. യെസ്. അപ്പോൾ എന്നിട്ട് അത് വിശദീകരിച്ചുകൊണ്ട് ആ മനുഷ്യവധം എന്നുള്ളത് എല്ലാ കാലത്തും തെറ്റ് തന്നെയാണ് തെറ്റാണെന്നുള്ളത്. എന്നുള്ളത് അതായത് ഈ വചനം ഇറങ്ങുന്ന ബനൂ ഇസ്രായേലിന് മുമ്പും തെറ്റാണത്, ഉം. അതിന് ശേഷം തെറ്റാണ് അതെ. എന്നാണ് പറയുന്നത്. പിന്നെ ഇയാളുടെ ഒരു പോയിന്റ് എന്താ വെച്ചാൽ ആണ്ടോ ഒരാളെ കൊന്നതിന് പകരമായിട്ടോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന് പകരമായിട്ടോ എന്നുള്ളത് അവിടെ ക്ലോസ് ഉണ്ടല്ലോ എന്നുള്ളതാണ്. അവിടെയും ഇയാൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ശരിയാണ്, ആദം നബി ഇസ്ലാമിന്റെ മക്കൾ ആ സമയത്ത് കുറച്ച് ആളുകൾ മാത്രമുള്ളപ്പം അത് പൊതുവായിട്ട് പറയും. പക്ഷേ ഇത് തന്നെയാണ് ഈ നിയമം എന്ന് പറയുന്നത്. പക്ഷേ ഇയാൾ മനസ്സിലാക്കുന്ന പോലെ ഞാനൊരാളെ കൊന്നു അപ്പൊ നാളെ എന്നെ വന്നിട്ട് സമത് അതെ. കൊല്ലുക എന്നുള്ളതല്ല, അല്ല, മറിച്ച് അത് ഒരു നിയമം നടപ്പിലാക്കേണ്ടതാണ്. അതിപ്പോ ഗവൺമെന്റ് ഇപ്പൊ അത് ചെയ്യേണ്ടത് ആരാണ്, അതിൻ്റെതായിട്ടുള്ള ലീഗലി അതിന് അതോറിറ്റിയുള്ള ആളുകളാണ്. അതോറിറ്റിയുള്ള ആളുകൾക്ക് കൊല്ലാൻ പറ്റൂല, അതൊരു ചോദ്യമാണ്. ഇപ്പോൾ ഒരു ഗവൺമെന്റിന് ഒരാൾക്ക് ഡെത്ത് പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റുമല്ലയോ? ഖുർആൻ പറയുന്നത് കൊടുക്കാൻ പറ്റും. എപ്പോഴും കൊടുക്കാൻ പറ്റുക, ഒന്നുകിൽ അത് വലിയൊരു കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലായിരിക്കണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊന്നതിന്റെ പേരിലായിരിക്കും. ഇപ്പം ആ. കുഴപ്പമെന്നുള്ളതിന്റെ ഉദാഹരണം ഇപ്പൊ പഹൽഗാമിൽ കഴിഞ്ഞു. യെസ്. ഇപ്പൊ വളരെ സിംപിളി ഇപ്പോ ഒരു ഭീകരാക്രമണം നടത്തിയാൽ, ഒരു ചാരപ്രവർത്തി നടത്തിയാൽ, രാജ്യത്തിന് വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ, കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ, കൊലപാതകം നടന്നു, കുഴപ്പം നടന്നു, അപ്പൊ അയാളെ കൊല്ലാൻ പറ്റും വെച്ചാൽ ഖുർആൻ പറയുന്നത് കൊല്ലാൻ പറ്റും. കാരണം അവന് കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ആരൊക്കെ കൊല്ലാൻ പറ്റുക? ലീഗൽ അതോറിറ്റീസിനാണ് കൊല്ലാൻ പറ്റുക. അപ്പോൾ ഒരിക്കലും ഇനി ഇസ്ലാമിക ഭരണമുള്ള ഒരിടത്താണെങ്കിൽ പോലും ഒരാൾക്ക് ഞാൻ മനസ്സിലാക്കാണ്, ഇന്ന അയാള് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരാളെ കൊന്നിട്ടുണ്ട് എന്ന് വെച്ച് നാളെ തെരുവിൽ പോയി അയാളെ കൊല്ലാൻ എനിക്ക് പറ്റില്ല. അധികാരമല്ല. ഇസ്ലാമിൽ അധികാരമില്ല. Yes. കാരണം അത് നടപ്പിലാക്കേണ്ടത്, നിയമം നടപ്പിലാക്കേണ്ടുന്ന ആളുകളാണ്. ഇത് ഇസ്ലാമിൽ മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. Yes, yes. ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് ഞാൻ കാണുകയാണ്, എൻ്റെ ഉറ്റവരായ ഒരാളെ കൊല്ലുന്നത് കണ്ടാൽ ഞാൻ പോയിട്ട് നാളെ പോയി അയാളെ കൊല്ലാൻ പാടില്ല. സിവിലിയൻസ് നിയമം കയ്യിലെടുക്കുക എന്നുള്ളത് ഇസ്ലാമിൽ മാത്രമല്ല, ആധുനിക നേഷൻ സ്റ്റേറ്റിലും എവിടെയും പറ്റാത്തൊരു അതേപോലെ കാര്യമാണ്. തന്നെയാണ് നിയമം. അപ്പോൾ ഇവിടെ കൊന്നാൽ വധശിക്ഷ ലഭിക്കും എന്നൊരു നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ കൊന്നാൽ വധശിക്ഷ കൊടുക്കാമല്ലോ, ഞാൻ പോയി കൊല്ലുക എന്നുള്ളത് ബുദ്ധിയുള്ള ആരും മനസ്സിലാക്കൂല. ഇയാൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ കൊന്നാല് തിരിച്ചു ഒന്നുമില്ല, ഖുർആൻ വചനം കേൾക്കുമ്പോൾ ഇയാൾക്ക് എന്തോ ഒരു വിരളിയാണ്. അത് എങ്ങനെയും പോസ്റ്റ് ചെയ്യാൻ പാടില്ല. അതിന് ഞാൻ എങ്ങനെ നെഗറ്റീവ് പ്രശ്നം കണ്ടെത്തുന്നതാണ്. എന്നിട്ട് ഇനി അടുത്തത് രണ്ടാമത്തത് ഇയാളെ പുതിയ നിയമം ഉണ്ടല്ലോ, അതായത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള നിയമം. അതിൽ തന്നെ എന്താ ഉള്ളത്? അത് നേരത്തെ പറഞ്ഞു, ഇത് ജനറൽ റൂളിന് വിരുദ്ധമായിട്ട് മുസ്ലിങ്ങൾക്ക് പുതിയ നിയമം എന്ന രൂപത്തിലല്ല, മറിച്ച് ഇത് വേറൊരു കാര്യം പറയാണ്. എന്താണത്? അവിടെ കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാർക്ക് ഉള്ള ശിക്ഷ പറയാം. അത് തന്നെ വേണമെങ്കിൽ തഫ്സീർ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിനോടും റസൂലിനോടും പോരാടുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ധാർമ്മിക വ്യവസ്ഥകൾക്കെതിരെ അക്രമങ്ങളും സമരങ്ങളും നടത്തുക എന്നതത്രേ. ഇസ്ലാമിക ഭരണത്തിനും മുസ്ലിങ്ങൾക്കുമെതിരെ നടത്തപ്പെടുന്ന അട്ടിമറി പ്രവർത്തനങ്ങളും കൊല, കവർച്ച മുതലായ ഭീകര പ്രവർത്തനങ്ങളും നടത്തുന്ന എല്ലാവരുടെയും നേരെ ഭരണാധികാരികൾ കൈക്കൊള്ളേണ്ടുന്ന ശിക്ഷാ നടപടികളെ കുറിച്ചാണ് ഈ വചനത്തിൽ പ്രസ്താവിക്കുന്നത്. വളരെ വളരെ ലളിതാണ്. ഇതിപ്പോ ഏത് ലോജിക്കൽ ആലോചിച്ചാലും, മോഡേൺ ലോജിക്കൽ ആലോചിച്ചാലും, നാഷണൽ സ്റ്റേറ്റിന്റെ ലോജിക്കൽ ആലോചിച്ചാലും, ഇനി പഴയ രാജാധികാരികളുടെ ലോജിക്കൽ ആലോചിച്ചാലും, എവിടെ ആലോചിച്ചാലും ചെയ്യേണ്ട കാര്യമോ അല്ലെങ്കിൽ ചെയ്യൽ ലോജിക്കലി വാലിഡ് ആയ കാര്യമോ ആണ്. അത്ര സിമ്പിളായ കാര്യമാണ്. അതിനാണ് പറയണത് ഞമ്മന്റെ നിയമം ഇതാണ്. ഇസ്ലാമിന്റെ പുതിയ നിയമം ഇതാണ്. പഴയ നിയമം ആരെയും കൊല്ലാൻ പാടില്ല എന്നാണ്. പുതിയ നിയമം ഇത് പറയുന്നത് കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ. അത് തന്നെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതായത് എന്താ, അട്ടിമറി പ്രവർത്തനങ്ങൾ, കൊല, കവർച്ച, ഭീകര പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞതുപോലെ വളരെ ക്രൂരമായി ശിക്ഷിക്കണം. ഇത് ഞാൻ പറയുന്നത്, ഇത് ചിലപ്പോൾ ഒരു പിന്നെ ഈ സാഹചര്യം അല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ അവരുടെ കൈകാലുകൾ മുറിക്കണം എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ നമുക്കൊരു തോന്നും. പക്ഷെ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നമ്മുടെ പിന്നെ രാജ്യത്തിന്റെ ഒരു 29ഓളം അല്ലെങ്കിൽ 27ഓളം ആളുകളെ കൊലപ്പെടുത്തിയ, സിവിലിയൻസ് ആയ പൗരന്മാരായ കൊലപ്പെടുത്തിയ ആ ഭീകരന്മാരെ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട്. എന്ത് ചെയ്യണം എന്നാണ് ഇത് കേൾക്കുന്ന ആളുകൾ? നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക, എന്ത് ചെയ്യണം എന്നാണ്. നമ്മളെല്ലാവരും പറയുന്നുണ്ട് അവർക്ക് പരമാവധി ശിക്ഷ എന്നുള്ളത് എല്ലാവരും പറയുന്നത്. മാനവികതയും മനുഷ്യത്വവും ഒക്കെ സംസാരിക്കുന്ന ആളുകൾ തന്നെ അവർക്ക് പരമാവധി ശിക്ഷ കിട്ടണം, എങ്ങനെയും അത് പിന്നെ ഇനി ഒരിക്കലും ആവർത്തിക്കാത്ത രൂപത്തിൽ അതിനെ ശിക്ഷ കൊടുക്കണം നമ്മളെല്ലാവരും പറയുന്നുണ്ട് അല്ലേ? അതേ കാര്യം തന്നെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ഈ സാഹചര്യത്തിലേക്ക് ഈ ഖുർആനെ എടുത്തു നോക്കുക. അതായത് ഇപ്പം നടന്ന ഈ ഭീകര പ്രവർത്തനം, ഈ കാര്യത്തിലേക്ക് ഖുർആനിന്റെ ഈ ആയത്തൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അത് മനസ്സിൽ വെച്ചിട്ട് വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾ പറയും ഇതന്നെയാണ് വേണ്ടത്. ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭീകരവാദികളെയോ അല്ലെങ്കിൽ കൊള്ളക്കാരെയും കള്ളന്മാരെയൊക്കെ പിന്നെ തീറ്റിപ്പോറ്റി നടന്നാൽ അത് സ്വാഭാവികമായിട്ടും വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ഭീകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? വളരെ നിശിതമായി തന്നെ അവരെ
ശിക്ഷിക്കേണ്ടതുണ്ട് യെസ്. ഇപ്പോൾ എന്നുള്ളത് നമ്മൾ ചില വിഷയങ്ങളിൽ സംയമനത്തിന്റെ നിലപാട് നമ്മൾ രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യ മസൂദ് അസഹറിനെ വിട്ടയച്ചതിനെ എത്ര വലിയൊരു എന്താ പറയാ ഒരു അപകടമായിട്ട് ഇന്ത്യക്ക് വന്നതായിട്ടാണ് ഇത്തരത്തിൽ വായിക്കപ്പെടുന്നത് നമ്മൾ നോക്കിയാൽ തന്നെ മതി. അത് വലിയൊരു ഭീകരനെ, ഒരു മുംബൈ ഭീകരാക്രമണം നടത്തിയ ഒരാളെ അല്ലെങ്കിൽ അതിന്റെ ബാക്കിലുള്ള ഒരു മാസ്റ്റർ മൈൻഡിനെ ഇന്ത്യ ഒരു നയതന്ത്രത്തിന്റെ ഒരു കാരണത്തിൽ എന്ത് ചെയ്തു, വിട്ടുകൊടുത്തു പാകിസ്ഥാന്. ആ വ്യക്തി ലീഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് പിന്നെ ചെയ്ത ഭീകരാക്രമണങ്ങൾ മാത്രം നോക്കിയാൽ മതി ഇത്തരം ഭീകരാക്രമണങ്ങൾ ചെയ്യുന്ന ആളുകളെ പിന്നെ ജീവനോടെ വെക്കണോ, അവർക്ക് പിന്നെ ഒരു സംയമനം കൊടുക്കണോ, അവർക്ക് പിന്നെ ചില മറ്റേ മാനുഷിക അവകാശങ്ങളൊക്കെ പറയുന്ന ആളുകൾ അവർക്ക് പിന്നെയും തിരുത്താനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക നമ്മൾ കണ്ടു. Yes. ഒരാളെ ജീവൻ നമ്മൾ അയാൾക്ക് തിരുത്താനുള്ള അവസരം കൊടുക്കാൻ കഴിഞ്ഞ് ഭീകരനായിട്ടുള്ള ഒരാളുടെ ജീവൻ നമ്മൾ വിട്ടുകൊടുത്താൽ അയാളിൽ നിന്ന് പിന്നെ അങ്ങോട്ട് വരുന്നത് എന്താണ്, പിന്നെ 10, 20, 30, 40 ഒക്കെ ആളുകൾ, നിരപരാധികളായിട്ടുള്ള ആളുകൾ മരണപ്പെടുന്ന സാഹചര്യമാണ്. അവിടെയാണ് ഇത്തരം ശിക്ഷകളുടെ റെലവൻസ് നമുക്ക് മനസ്സിലാകുന്നത്. Yes. എന്നിട്ട് പറയാണ് ഇഹത്തിൽ അത് അവർക്ക് ഇഹത്തിൽ ഒരു അപമാനമായിരിക്കും. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ഭീകര പ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾ, കൊള്ള ചെയ്യുന്ന ആളുകൾ, കൊല ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഇഹത്തിൽ ഒരു അപമാനം കിട്ടാൻ വേണ്ടിയാണത്. കാരണം ഒന്ന്. ഇനി ആർക്കും അത് തോന്നരുത്. ഇമാതിരി തെമ്മാടിത്തരം ചെയ്യാൻ ഇനി ഒരാൾക്കും അങ്ങനെ തോന്നാൻ പാടില്ല. അവർക്ക് പരലോകത്തിലാകട്ടെ വമ്പിച്ച ശിക്ഷയും ഉണ്ടാകും. പരലോകത്ത് വലിയ ശിക്ഷയുണ്ടാവും. പരലോകത്ത് മാത്രം വെച്ചിട്ട് വിചാരിക്കേണ്ടതില്ല, ഈ ലോകത്തും അവർക്ക് അപമാനമായിരിക്കണം. ഇനി ഒരാൾക്കും ആ വഴിക്ക് ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ശിക്ഷ അവർക്ക് കൊടുക്കണം. ഇത് തന്നെയല്ലേ ഇത് ഞാൻ പറയുന്നത്. ഇത് പല നറേഷൻസ് ഈ ഭീകരാക്രമണമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുണ്ട്. അത് അങ്ങനെ ചെയ്താണ്, ഇങ്ങനെ ചെയ്താണ്, ഇന്ന അജണ്ട ഉണ്ട്, പിന്നെ പലത് ആരും ആയിക്കോട്ടെ, ആ അജണ്ടകൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അവരെ കൂടി മനസ്സിലാക്കുക. ആരാണോ ആയിക്കോട്ടെ, ആരാണോ ആ പ്രവൃത്തി ചെയ്തത്, Yes. അത് നമുക്കിപ്പോൾ നേരിട്ട് വ്യക്തികളോ അല്ലെങ്കിൽ പേരുകളോ അറിയില്ല, ആരാണോ ആ പ്രവൃത്തി ചെയ്തത് അവരിങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇസ്ലാമും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും ഈ മാനവികത ഒക്കെ പറഞ്ഞിട്ട് ഈ തെറ്റ് ചെയ്യുന്നവരോടും അതുപോലെ തന്നെ അതിക്രമകാരികളോടും അല്ല നമുക്ക് മാനവികത വേണ്ടത്. മാനവികത വേണം, പക്ഷെ അതിനപ്പുറത്ത് ഇതിന്റെ ഇരകൾക്ക് ഈ പറയുന്ന അവകാശങ്ങളില്ലേ എന്നുള്ളതാണ്. അതെ, അവരുടെ ജീവനാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 27ഓളം ആളുകളെ അല്ലെങ്കിൽ 29ഓളം ആളുകളെ കൊന്ന ആളുകളാണ് അവർ. ഒരു ദാക്ഷിണ്യവുമില്ലാതെ വെടിവെച്ച് കൊന്ന, അവർ പിടഞ്ഞു വീണ് മരിക്കുമ്പം അത് കണ്ട് സന്തോഷിച്ച അത് ആൾക്കാർ കണ്ട് അടുത്ത ആളുടെ മുഖത്തേക്ക് തോക്ക് ചൂണ്ടാൻ തോന്നണല്ലോ. അവരുടെ ആ കരച്ചിലുകൾ കേൾക്കും. ഇപ്പം ആ മലയാളിയായ സ്ത്രീ പറഞ്ഞ കുട്ടികൾ കരയാണ്. കുട്ടികൾ കരയുന്നത് കേട്ടിട്ടും അടുത്ത ആളിലേക്ക് തോക്കും ചൂണ്ടി പോകാൻ അവർക്ക് മനസ്സുണ്ടായല്ലോ. അങ്ങനെ മനസ്സുള്ള ഒരാളെ നമ്മൾ പിന്നെ അവർ മാനവികം എന്ന് പറഞ്ഞിട്ടല്ല, അങ്ങനെ മനസ്സ് മരവിച്ച ആളുകൾക്ക് ഇത്തരത്തിൽ മാതൃകാപരമായി ശിക്ഷ കൊടുത്തു കണ്ട് തന്നെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സമൂഹത്തിന് ഇനി ഇത് ആവർത്തിക്കാത്ത രൂപത്തിൽ മുന്നോട്ട് പോവുള്ളൂ. ഇത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നൊരു ലോജിക്കാണ്, എല്ലാവർക്കും മനസ്സിലാകുന്നൊരു ലോജിക്കാണ്. പക്ഷേ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു സെലക്റ്റീവ് അമ്നേഷ്യ കൊണ്ട് അങ്ങനൊന്നും പറ്റൂല, പിന്നെ കുറ്റക്കാരായ ആളുകൾക്ക് മാനവികത വേണമെന്നൊക്കെ പറയുന്നതിൽ നമ്മൾ തീർച്ചയായും എല്ലാത്തിലും നമ്മൾ ആലോചിക്കേണ്ട ഒരു ഗ്രേറ്റർ ഗുഡാണ്. തീർച്ചയായും ആ മനുഷ്യന്മാർ അവരെ കൈമുറിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ കൊല്ലുമ്പോൾ അവർക്ക് വേദന ഉണ്ടാവും. പക്ഷെ അതിനേക്കാൾ വലിയ 100 ഇരട്ടി വേദന സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആളുകളാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രൂപത്തിലാണ് ശിക്ഷയുടെ കാഠിന്യം ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഏതായാലും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ഏരിയാസ് കവർ ചെയ്തു എന്ന് മാത്രം. പക്ഷേ നമ്മൾ പറഞ്ഞ നുണേന്റെ നുണ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. നുണ 3 തന്നെ കവർ ചെയ്തു. അതെ, ഇതിൽ തന്നെ 3-4 നുണയും അതിന്റെ കൂടെ കുറച്ച് മണ്ടത്തരം. അതെ. അതാണ് കോംബോ ഓഫർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കോംബോ ഓഫർ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും പിന്നെ ബാലിശമായ നുണകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഭയങ്കര കോൺഫിഡൻസിൽ തള്ളിവിടുമ്പം ആളുകൾ ഇത് വിശ്വസിക്കുന്നതാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാനുള്ളത്, ഇസ്ലാമിൻ്റെ പൊതു നിയമമാണ്, ഒരാളെ അകാരണമായി കൊലപ്പെടുത്തിയാൽ അത് ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും കൊല്ലുന്നതിന് തുല്യമാണ്. ഒരാളെയെങ്കിലും ജീവൻ രക്ഷിച്ചാൽ അത് ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും രക്ഷിച്ചതിന് തുല്യമാണ്. അതാണ് ആ കശ്മീരി യുവാവിൻ്റെ കേസിൽ നമ്മൾ കണ്ടത്. അത് തന്നെയാണ് ഓരോ മുസ്ലിമും അവൻ്റെ നിയമമായി, അവൻ്റെ വേദഗ്രന്ഥം അവന് പഠിപ്പിച്ച നിയമമായി, ഖുർആനിലില്ല എന്ന് പറഞ്ഞ നുണയൻ്റെ വാക്ക് കേൾക്കണ്ട, ഖുർആനിലുള്ള നിയമമായി മുസ്ലിങ്ങൾ ഇത് വിശ്വസിക്കുന്നത് കൊണ്ടാണ് പിന്നെ കോഴിക്കോടടക്കം ഒരു മാൻഹോളിൽ ഒരു അതിഥി തൊഴിലാളികളായ ആളുകൾ പിന്നെ ജീവൻ നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോൾ അവിടേക്ക് സ്വന്തം ജീവൻ കളഞ്ഞുകൊണ്ട് അവരെ രക്ഷിക്കാൻ ഇറങ്ങിയ നൗഷാദിനെ പ്രേരിപ്പിച്ചതും ഇതേ ആയത്ത് തന്നെയാണ്. അത് ഖുർആനിലില്ലാന്ന് നുണയം പറയുന്നത് നൗഷാദ് എന്തായാലും വിശ്വസിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ മുസ്ലിങ്ങളായ ആളുകൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ നടത്തുന്ന മുസ്ലിങ്ങളാരും ഇത് ഖുർആനിലില്ലാത്ത നിയമമാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. കാരണം അവർക്കൊക്കെ ഖുർആൻ അറിയുന്നതാണ്, ഖുർആനിൻ്റെ നറേഷൻ്റെ രീതി എന്താണെന്ന് അറിയുന്നതാണ്. അതറിയാത്ത നുണയന്മാർ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ നിരന്തരമായി ഒരുപാട് നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.